ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അസറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബിസിനസ് അസറ്റ്സ്? പേഴ്സണൽ അസറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ബിസിനസ് ഓണേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കച്ചവടത്തിൻ്റെ ലാഭം, അതിൻ്റെ എത്രത്തോളം നമുക്ക് മാർജിനിലേക്ക് പോകാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള ബെനിഫിറ്റ്സുകൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്നത്. 10 തരം ബിസിനസ് അസറ്റ്സുകളാണ് നമുക്ക് വേണ്ടത്. ആ ബിസിനസ് അസറ്റ്സിൽ നമുക്ക് ഏതൊക്കെയാണ് ഏറ്റവും വേൾഡ് ക്ലാസ്സിലുള്ളത്, ഏറ്റവും ഹൈ പെർഫോമൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്, മറ്റൊന്ന് എവിടെയാണ് ആവറേജ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 0 ലെവലിലുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടി വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ബിസിനസ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ മാർക്കറ്റിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ബിസിനസ് അസറ്റ്സ്. എന്തൊക്കെയെന്ന് നോക്കണ്ടേ? 10 എണ്ണമാണ് ഒരു ബിസിനസ്കാരൻ അറിഞ്ഞിരിക്കേണ്ട 10 ബിസിനസ് അസറ്റ്സ്. ഒന്നാമത്തേതാണ് മാർക്കറ്റ് അസറ്റ്സ്. നമ്പർ 1 മാർക്കറ്റ് അസറ്റ്സ്. എന്തൊക്കെയാണ് ഈ മാർക്കറ്റ് അസറ്റ്സുകൾ അറിയാവോ? അതിൽ ഒന്നാമത്തേതാണ് ബ്രാൻഡിങ്, ബ്രാൻഡ് സ്റ്റോറീസ്, യുവർ മാർക്കറ്റ് ഡാറ്റാബേസ്, യുവർ സ്ട്രാറ്റജീസ്. ഇത് 3ആണ് മാർക്കറ്റ് അസറ്റ്സിൽ വരുന്നത്. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് പൊസിഷനിലാണ് നിങ്ങളുടെ ബിസിനസ് നിൽക്കുന്നത്? നിങ്ങളുടെ ഡാറ്റാബേസ് എക്സലന്റ് ആണോ, വേൾഡ് ക്ലാസ് ആണോ? നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറീസ് 0 ലെവലിലാണോ? യുവർ മാർക്കറ്റ് ഡാറ്റാബേസ് വിച്ച് ലെവൽ? ഓരോ ബിസിനസ്സുകാരനും അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് നിങ്ങൾ ബിസിനസ് മറ്റൊരാൾ ഒരു ഹൈ ലെവൽ ഏത് കൺസൾട്ടൻസിൽ നിന്ന് വിലയിരുത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ മാർക്കറ്റ് അസറ്റ്സ് ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഏത് ഇതിലാണ് നിൽക്കുന്നത് ഓരോ ബിസിനസ്സുകാരനും അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. താങ്ക് യു.